വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി. ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമുക്ക് മാനുഫാക്ചറിങ് സയൻസിന്റെ സിലബസ് ഒന്ന് ജസ്റ്റ് നോക്കാം. നിങ്ങൾക്ക് ഓൾറെഡി സിലബസ് ഏണസ്റ്റ് അക്കാഡമിയുടെ സൈറ്റിലൊക്കെ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ മാനുഫാക്ചറിങ് സയൻസിന്റെ സിലബസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ്. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു മെറ്റീരിയൽസ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് മെറ്റീരിയൽ? ഓക്കെ, സോ മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എനിത്തിങ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് മാറ്റർ ഈസ് കോൾഡ് മെറ്റീരിയൽ. മാറ്റർ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന എല്ലാത്തിനെയും നമ്മൾ എന്ത് പറയും? മെറ്റീരിയൽ എന്ന് പറയും. ഓക്കെ, നമുക്ക് ചുറ്റുമുള്ള സാധനങ്ങളൊക്കെ മാറ്റർ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. അതെല്ലാം എന്ത് തന്നെയാണ്? അന്നേരം മെറ്റീരിയൽ തന്നെയാണ്. ഓക്കെ, നമുക്ക് ചുറ്റുമുള്ള, നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ടിലിരിക്കുന്ന ലാപ്ടോപ്പോ മൊബൈലോ എന്തോ ആയിക്കോട്ടെ, അത് അല്ലെങ്കിൽ നിങ്ങൾ എഴുതാൻ ഉപയോഗിക്കുന്ന പേന, പേപ്പർ എല്ലാം എന്ത് തന്നെയാണ്? മെറ്റീരിയൽ ആണ്. ഓക്കെ, സോ നമുക്ക് ജനറലി മെറ്റീരിയലിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ബേസിക് ക്ലാസിഫിക്കേഷൻ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. നമുക്കറിയാതെ എന്താണെന്നുള്ളത്. ഓക്കെ, സോ ആറ്റംസ് വളരെ ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ സോളിഡ്സ് എന്ന് പറയും. കുറച്ചുകൂടെ റാൻഡംനെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ലിക്വിഡ് എന്ന് പറയും. റാൻഡംനെസ് വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനെ ഗ്യാസ് എന്ന് പറയും. ഓക്കെ, ഇൻ ടേംസ് ഓഫ് ടെമ്പറേച്ചറിൽ പറയുകയാണെങ്കിൽ സോളിഡ്സിനകത്ത് നമ്മൾ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹീറ്റ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് ഫോമിലോട്ട് വരും? ലിക്വിഡ് ഫോമിലേക്ക് മാറും. ലിക്വിഡിൽ വീണ്ടും ഹീറ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ അത് ഗ്യാഷ്യസ് ഫോമിലോട്ട് മാറും. ഓക്കെ, സോ ഇതൊരു ബേസിക് ആയിട്ടുള്ള തന്നെയാണ്. പക്ഷെ നമുക്ക് ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും നമ്മുടെ മാനുഫാക്ചറിങ് സയൻസിനകത്ത് വരുന്നതിനകത്ത് അല്ലെങ്കിൽ മെറ്റീരിയൽ സയൻസിനകത്ത് വരുന്നതിനകത്ത് ഇത് എല്ലാത്തിനെയും പറ്റിയിട്ട് പഠിക്കേണ്ട. നമുക്ക് എഞ്ചിനീയറിംഗ് മെറ്റീരിയലിനെ മാത്രം പറ്റി പഠിച്ചാൽ മതി. എഞ്ചിനീയറിംഗ് മെറ്റീരിയൽ. ഓക്കെ, ഇതിനെ പറ്റിയിട്ടാണ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിനെ പറ്റിയിട്ട് പഠിച്ചാൽ മതി. എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിനകത്ത് നമ്മൾ ഈ ലിക്വിഡും ഗ്യാസും അങ്ങനെ കൺസിഡർ ചെയ്യത്തില്ല. നമുക്ക് സോളിഡ്സ് ആണ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിനെയാണ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന സ്റ്റീമൊക്കെ ഇല്ലേ, സ്റ്റീമൊക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ എന്ന്. അത് വർക്കിംഗ് മീഡിയം ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ പറയുന്നത് അതിന്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഒരെണ്ണം ഉണ്ടാക്കുന്നത് അതിന്. സോ സോളിഡ്സിനെയാണ് നമ്മൾ മെയിൻ ആയിട്ട് എന്തായിട്ട് പറയുന്നത്? എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് ആയിട്ട് പറയുന്നത്. അതിനെ പറ്റിയിട്ടാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടത്. അന്നേരം ഇവർ രണ്ടുപേരും നമുക്ക് വേണ്ട. എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിൽ അല്ലെങ്കിൽ മെറ്റീരിയൽ സയൻസിൽ ലിക്വിഡും ഗ്യാസും നമുക്ക് ആവശ്യമില്ല. ഓക്കെ, തൽക്കാലത്തേക്ക് വേണ്ട. സോ എന്താണ് മെറ്റീരിയൽ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? The study of structure and properties of a material is called material science. ഇപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയ ആശാനുണ്ടല്ലോ മെറ്റീരിയൽ. ആ മെറ്റീരിയലിന്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ടും പ്രോപ്പർട്ടീസിനെ പറ്റിയിട്ടും പഠിക്കുന്ന സയൻസ് ആണ് എന്ത്? മെറ്റീരിയൽ സയൻസ് എന്ന് പറയുന്നത്. സ്റ്റഡി ഓഫ് സ്ട്രക്ചർ ആൻഡ് പ്രോപ്പർട്ടീസ്. അപ്പൊ എന്താണ് ഈ സ്ട്രക്ചറും പ്രോപ്പർട്ടീസ് എന്ന് അറിയണം അല്ലെ? സ്ട്രക്ചർ എന്താണെന്ന് നോക്കിയേ. സ്ട്രക്ചർ the arrangement of internal components of a matter in a material. മെറ്റീരിയലിനകത്തുള്ള ഇന്റേണൽ കമ്പോണൻസ്, ഏത് ആറ്റംസ് ആകാം, മോളിക്യൂൾസ് ആകാം. ഓക്കെ, ആ സബ് ലെവൽ പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ അറേഞ്ച്മെന്റിന് പറയുന്നതാണ് എന്ത്? സ്ട്രക്ചർ. ദ അറേഞ്ച്മെന്റ് ഓഫ് ഇന്റേണൽ കമ്പോണൻസ് ഓഫ് എ മാറ്റർ ഈസ് കോൾഡ് സ്ട്രക്ചർ. ഓക്കെ, ഒരു മെറ്റീരിയലിലെ മാറ്ററിലെ കമ്പോണൻസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി അപ്പം പ്രോപ്പർട്ടി എന്താണ്? അപ്പൊ ഈ സ്ട്രക്ചറിനെ പറ്റിയിട്ട്, അതായത് നമ്മൾ അറേഞ്ച്മെന്റിനെ പറ്റിയിട്ട് പഠിക്കണം മെറ്റീരിയൽ സയൻസിൽ. ഓക്കെ, അറേഞ്ച്മെന്റ് നമ്മൾ സ്കൂൾ ലെവലിലൊക്കെ തന്നെ പഠിച്ചു തുടങ്ങിയതാണ്. BCC സ്ട്രക്ചർ, FCC സ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ആറ്റംസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നുള്ളത്. ഓക്കെ, സോ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പം സ്ട്രക്ചർ എന്താണെന്ന് മാത്രം അറിഞ്ഞിരിക്കുക. പ്രോപ്പർട്ടിനെ പറ്റിയിട്ട് പഠിക്കണം. സ്ട്രക്ചറിനെ പറ്റിയിട്ട് മാത്രമല്ല, നമുക്ക് പ്രോപ്പർട്ടിനെ പറ്റിയിട്ട് കൂടെ പഠിക്കണം. എന്താണ് പ്രോപ്പർട്ടി? The response of a material to an external stimulus. Okay, ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലസിന്റെ ഉള്ള റെസ്പോൺസിന് പറയുന്ന പേരാണ് എന്ത്? പ്രോപ്പർട്ടി. ഓക്കെ, ഒരു എക്സ്റ്റേണൽ ഒരു ഫോഴ്സ് കൊടുക്കുന്നു. ആ ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ മെറ്റീരിയൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു അതിന് പറയുന്നതാണ് എന്ത്? പ്രോപ്പർട്ടി. അത് ഫോഴ്സ് തന്നെ ആവണമെന്നില്ല, എക്സ്റ്റേണൽ സ്റ്റിമുലസ് എന്തും ആകാം. ഇനി എക്സ്റ്റേണൽ സ്റ്റിമുലസ് ഇല്ലാത്ത ഒരു ടൈപ്പ് പ്രോപ്പർട്ടിയുണ്ട്, ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയും. അതിന് എക്സ്റ്റേണൽ സ്റ്റിമുലസ് ഒന്നും വേണ്ട. ശരിക്കും ആ പ്രോപ്പർട്ടിക്ക് നമുക്ക് എക്സ്റ്റേണൽ സ്റ്റിമുലസ് ഒന്നും വേണ്ട. ഇല്ലാതെ തന്നെ നമുക്ക് ഇപ്പം ഒരു ഐസ് ക്യൂബിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അതിന് നമുക്ക് എക്സ്റ്റേണൽ സ്റ്റിമുലസ് ഒന്നും കൊടുക്കണ്ട ആ ഡയമെൻഷൻ നമുക്ക് മെഷർ ചെയ്യുന്നതിന്. പക്ഷെ വേറെ എന്തെങ്കിലാണ്, ഇപ്പം ഒരു സ്റ്റീൽ റോഡിന്റെ സ്ട്രെങ്ത് നോക്കണം, സ്റ്റീൽ റോഡിന്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ അതിന്റെ ഹാർഡ്നെസ്, അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലസ്, എക്സ്റ്റേണലി എന്തെങ്കിലും ഒരു ഫോഴ്സോ അല്ലെങ്കിൽ കൊടുത്തിരുന്നാൽ മാത്രമേ നമുക്ക് ആ പ്രോപ്പർട്ടി മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഹീറ്റ് പാസ് ചെയ്യുമ്പോൾ, ആ എക്സ്റ്റേണൽ ഫോഴ്സ് ആയിട്ടുള്ള ഹീറ്റ് പാസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അതിന്റെ തെർമൽ കണ്ടക്ടിവിറ്റിയെ പറ്റി അറിയാൻ പറ്റത്തുള്ളൂ. സോ അതിനാണ് എന്ത് പറയുന്നത്? പ്രോപ്പർട്ടി. ദ റെസ്പോൺസ് ഓഫ് എ മെറ്റീരിയൽ ടു ആൻ എക്സ്റ്റേണൽ സ്റ്റിമുലസ് ഈസ് നോൺ ആസ് പ്രോപ്പർട്ടി. ഡെഫിനിഷനും കാര്യങ്ങളൊന്നും ചോദിക്കത്തില്ല, എന്നാലും നമ്മളൊരു സബ്ജക്ട് പഠിക്കുമ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് തന്നെ പഠിച്ചു തുടങ്ങണമല്ലോ. ഓക്കെ, നേരെ അങ്ങ് ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിലല്ലല്ലോ പോകേണ്ടത്. ഓക്കെ, അതുകൊണ്ടാണ് ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. എങ്കിലും വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, ഫൈൻ. ഇനി ഈ ലെവൽസ് ഓഫ് സ്ട്രക്ചർ, ഇപ്പം പറഞ്ഞ സ്ട്രക്ചർ ഉണ്ടല്ലോ, നമ്മുടെ അറേഞ്ച്മെന്റ്, ഇന്റേണൽ കമ്പോണൻസിന്റെ അറേഞ്ച്മെന്റ്, അതിന് നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അതിന് ലെവലായിട്ട് നമുക്ക് ക്ലാസ്, അറ്റ്മോസ്ഫിയറിനൊക്കെ ലെവലില്ലേ?
ഓക്കെ, സ്ട്രാറ്റോസ്ഫിയർ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ലെവൽസ് ഓഫ് സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, ഏറ്റവും മുകളിലുള്ളതാണ് മാക്രോ സ്ട്രക്ചർ. മാക്രോ സ്ട്രക്ചർ എന്ന് പറയുന്നത് അതിന്റെ ഫിസിക്കൽ അപ്പിയറൻസിനകത്ത് തന്നെ വിസിബിൾ ടു നേക്കഡ് ഐ, നമുക്ക് കണ്ണുകൊണ്ട് കാണുമ്പം ഉള്ള അറേഞ്ച്മെന്റ്. ഓക്കെ, അതിനെയാണ് പറയുന്നത് മാക്രോ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇപ്പൊ ഒരു ക്രാക്ക് ഉണ്ട്, ഒരു സർഫസ് ക്രാക്ക്, അതൊക്കെ ഇതിനകത്ത് വരുന്നതാണ് മാക്രോ സ്ട്രക്ചറിനകത്ത് വരുന്നതാണ്. മാക്രോ സ്ട്രക്ചർ നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല, കാരണം നമുക്ക് ഇന്റേണൽ കമ്പോണൻസിന്റെ അറേഞ്ച്മെന്റ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അതെവിടം തൊട്ടേ തുടങ്ങത്തുള്ളൂ, മൈക്രോ സ്ട്രക്ചർ തൊട്ടേ തുടങ്ങത്തുള്ളൂ. ഓക്കെ, മൈക്രോ സ്ട്രക്ചർ തൊട്ട്. മൈക്രോ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഇന്റേണലി ഉള്ള ഫീച്ചേഴ്സ്. ഓക്കെ, കുറച്ചുകൂടി ഇന്റേണലി ഉള്ള ഫീച്ചേഴ്സ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യണം, മൈക്രോസ്കോപ്പ്, ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ വിസിബിൾ ഒക്കെ കാണുന്നതിനാണ് എന്ത് പറയുന്നത്, മൈക്രോ സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ട്. ഇനി അതിന്റെ താഴെ കുറച്ചുകൂടെ അകത്തോട്ട്, കുറച്ചുകൂടെ നമ്മൾ സൂം ചെയ്യുന്നു. ഓക്കെ, ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിന് സൂം ചെയ്യുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ അടുത്ത ഇൻസ്ട്രുമെന്റ് എടുക്കണം. ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് മാറ്റി വെക്കുക, അടുത്ത ഇൻസ്ട്രുമെന്റ് എടുക്കുന്നു, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഓക്കെ, അടുത്ത ഇൻസ്ട്രുമെന്റ് ആണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോഴും നമുക്ക് ശരിക്കും ആറ്റംസിന്റെ അറേഞ്ച്മെന്റ് ഒന്നും കാണാൻ പറ്റത്തില്ല, എങ്കിലും ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിലേക്കൂടെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിന് പറയുന്ന പേരാണ് സബ്സ്ട്രക്ചർ. ഓക്കെ, സബ്സ്ട്രക്ചർ. ഈ ഇൻസ്ട്രുമെന്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. മൈക്രോ സ്ട്രക്ചറിന് ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ്, സബ്സ്ട്രക്ചറിന് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഓക്കെ, അടുത്താണ് ഇമ്പോർട്ടന്റ് നമുക്ക് വേണ്ടത് ക്രിസ്റ്റൽ സ്ട്രക്ചർ. ഓക്കെ, നമുക്ക് വേണ്ടത് അയാളെയാണ് ക്രിസ്റ്റൽ സ്ട്രക്ചർ. ദ അറേഞ്ച്മെന്റ് ഓഫ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. ആറ്റംസും മോളിക്യൂൾസും ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണണമെങ്കിൽ എന്ത് യൂസ് ചെയ്യണം, എക്സ്റേ ഡിഫ്രാക്ഷൻ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യണം. ഓക്കെ, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സൂമിംഗ് ആണ്. നമുക്ക് ആറ്റംസും മോളിക്യൂൾസും ലെവലിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിനെന്ത് യൂസ് ചെയ്യാം, എക്സ്റേ ഡിഫ്രാക്ഷൻ ടെക്നിക് യൂസ് ചെയ്യാം. എന്താണ് എക്സ്റേ ഡിഫ്രാക്ഷൻ ടെക്നിക് എന്ന് നമുക്ക് വേണ്ട കേട്ടോ. അത് വെച്ച് എങ്ങനെയാണ് ആറ്റംസിനെ ഒന്നും കാണുന്നത് എന്നുള്ളത് നമ്മുടെ സ്കോപ്പിനകത്ത് വരുന്നതല്ല. നമുക്ക് ആ ഇൻസ്ട്രുമെന്റ് ആണ് അല്ലെങ്കിൽ ആ ടെക്നിക് ആണെന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ക്രിസ്റ്റൽ സ്ട്രക്ചറിന് എന്ത് യൂസ് ചെയ്യുന്നു, എക്സ്റേ ഡിഫ്രാക്ഷൻ യൂസ് ചെയ്യുന്നു. ക്രിസ്റ്റൽ സ്ട്രക്ചറിന് എക്സ്റേ ഡിഫ്രാക്ഷൻ യൂസ് ചെയ്യുന്നു. ഓക്കെ, അടുത്തത് കുറച്ചുകൂടെ അകത്തോട്ട് പോട്ടെ. ആറ്റംസിന്റെ അകത്തോട്ട് കയറിയ ഇലക്ട്രോണിക് സ്ട്രക്ചർ എന്ന് പറയും. ഓക്കെ, ഇലക്ട്രോൺസിനെ ഒക്കെ കാണുന്നതിന്റെ ആ സ്ട്രക്ചർ എന്താണ്, ഇലക്ട്രോണിക് സ്ട്രക്ചർ. ഓക്കെ, അതിന് എക്സ്ട്രാ ഡിഫ്രാക്ഷൻ പോരാ, നമുക്ക് സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇലക്ട്രോണിക് സ്ട്രക്ചർ. ആറ്റംസിൽ ന്യൂക്ലിയസിന്റെ ചുറ്റും കിടന്ന് കറങ്ങുന്നെന്ന് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺസിനെ കാണാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്, സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്. ഒക്കെ ഓർത്തിരുന്നോണം, ഇലക്ട്രോണിക് സ്ട്രക്ചർ കാണാൻ സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക് യൂസ് ചെയ്യുന്നു. അടുത്തത് ഇനി എനിക്ക് ന്യൂക്ലിയസിനകത്തുള്ളത് കാണാം. ആക്ച്വലി ന്യൂക്ലിയസിനകത്തുള്ളത് നമ്മൾ ഒരു മൈക്രോസ്കോപ്പ് പോലെ ഒരു സാധനം വെച്ചിട്ട് കാണുമൊന്നുമല്ല, നമ്മൾ അതിന്റെ ഒരു മോഡലൊക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ്. എങ്കിലും അതിനെ പറ്റിയിട്ട് പഠിക്കുന്നത് ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ടല്ലോ, ആ മച്ചാമാരെ പറ്റി പഠിക്കാനായിട്ട് ന്യൂക്ലിയർ സ്ട്രക്ചർ, ന്യൂക്ലിയസിനകത്തുള്ളവരെ പറ്റി പഠിക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്, ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ്. എന്താണ് യൂസ് ചെയ്യുന്നത്, ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് യൂസ് ചെയ്യും. ഇറ്റ്സ് എ ടെക്നിക്. നമ്മൾ അതിന്റെ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യണം. ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും അറേഞ്ച്മെന്റിന്റെ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യണം. അല്ല സൂം ചെയ്ത് നമ്മൾ അങ്ങനെ പോവല്ല കേട്ടോ. സോ ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ മോസബർ സ്റ്റഡീസ് എന്ന് പറയുന്നത്, മോസബർ സ്റ്റഡീസ്. ഓക്കെ, സോ ഇത് ഒരു മോഡലാണ്. നമ്മൾ പണ്ട് ആറ്റംസിന്റെ മോഡലൊക്കെ പഠിച്ചിട്ടില്ലേ. ഓക്കെ, മോർ മോഡലോ ബോർസ് മോഡലോ അങ്ങനെ എന്തോ 2-3 മോഡലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആറ്റംസിന്റെ മോഡൽസ്. അതുപോലെ തന്നെ ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺസിനെ ന്യൂട്രോൺസിനെ പറ്റിയിട്ട് പഠിക്കുന്നതാണ് എന്ത്, മോസബർ സ്റ്റഡീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ്. ക്രിസ്റ്റൽ സ്ട്രക്ചറും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത്, ക്രിസ്റ്റൽ സ്ട്രക്ചറും ഇലക്ട്രോണിക് സ്ട്രക്ചറും ഒന്ന് ഓർത്തിരുന്നോണേ. ക്രിസ്റ്റൽ സ്ട്രക്ചറും ഇലക്ട്രോണിക് സ്ട്രക്ചറും ഒന്ന് ഓർത്തിരുന്നു. എക്സ്റേ ഡിഫ്രാക്ഷനും സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്കും യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യം. ഓക്കെ, അതാണ് ലെവൽസ് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മെറ്റീരിയൽസിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്യാതെ. മെറ്റീരിയൽസിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തെ ടൈപ്പാണ് മെറ്റൽസ്, ക്ലാസിഫിക്കേഷൻ ഓഫ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ, മെറ്റൽസ് എന്നും പോളിമേഴ്സ് എന്നും സെറാമിക്സ് എന്നും കോമ്പോസിറ്റ് എന്നും ഓർഗാനിക് മെറ്റീരിയൽസ് എന്നും ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യും. ഒരു 5 എണ്ണമായിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്തേക്കുവാണ് നമ്മൾ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിനെ. എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിനെ 5ആയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മെറ്റൽസ്, പോളിമർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്സ്, സെറാമിക്സ്, കോമ്പോസിറ്റ്സ്, ഓർഗാനിക് മെറ്റീരിയൽസ്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവർ എന്തൊക്കെയാണെന്നുള്ളത്. എന്നാലും ഒന്നുകൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കിയേക്കാം. ഓക്കെ, സോ അതിന് മുമ്പ് നമുക്ക് ബോണ്ടിങ്ങിനെ പറ്റിയിട്ട് ഒന്ന് അറിഞ്ഞിരിക്കണം. അത് പറഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് ഇതിനകത്തുള്ള ബോണ്ടിങ്ങിനെ പറ്റി പറയുള്ളൂ. നമുക്ക് 2-3 ടൈപ്പ് ബോണ്ടിങ് ഉണ്ട്. ഒന്ന് മെറ്റാലിക് ബോണ്ടിങ്, ദെൻ അയോണിക് ബോണ്ടിങ്, കുറച്ച് കെമിസ്ട്രിയും കൂടെ ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇതിനകത്ത്. ദെൻ കോവാലൻ ബോണ്ടിങ്, ദെൻ വാണ്ടർ
ബോണ്ടിങ്. ഓരോന്നും എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പോകുന്നില്ല. നിങ്ങൾക്ക് വേണ്ടവര് എന്തൊക്കെയാണെന്നുള്ളതെന്ന് വേണമെന്നുണ്ടെങ്കിൽ പഴയ കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എടുത്ത് നോക്കിയാൽ മതി. നമുക്ക് അതൊന്നും വേണ്ട. ഞാൻ ജസ്റ്റ് ഈ പറയുന്ന കാര്യം ഒന്ന് ഓർത്തിരുന്നോണം. ഇതിനകത്ത് മെറ്റാലിക് ബോണ്ടിങ് ആണെങ്കിൽ ആറ്റംസ് തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് മെറ്റാലിക് ബോണ്ടിങ് ആണെന്നുണ്ടെങ്കിൽ ആ ഡിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. ഓക്കെ, സോ ആ ഡിസ്റ്റൻസ് ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. അയോണിക് ബോണ്ടിങ്ങിൽ കുറച്ചുകൂടെ കൂടുതലായിരിക്കും. ആ ഡിസ്റ്റൻസ് എന്തായിരിക്കും? കുറച്ചുകൂടെ കൂടുതലായിരിക്കും. കോവാലൻ ബോണ്ടിങ്ങിൽ എന്തായിരിക്കും? കുറച്ചുകൂടെ കൂടുതലാണ്. ഡി എന്ന് പറയുന്നത് കുറച്ചുകൂടെ കൂടുതലാണ്. വാണ്ടർ വാളിലാണെങ്കിൽ എന്താണ്? ഏറ്റവും കൂടുതലായിരിക്കും ഈ ഡി എന്ന് പറയുന്നത്. ഓക്കെ, D1 D2 എന്ന് കൊടുക്കാം. ഓക്കെ, സോ മെറ്റാലിക് ബോണ്ടിൽ ആറ്റംസ് തമ്മിലുള്ള ബോണ്ടിങ് എന്താണ്? വളരെ ക്ലോസ്ലി പാക്ഡ് ആണ്. അയോണിക് ബോണ്ടിങ് ആണെങ്കിൽ കുറച്ചുകൂടെ ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ആറ്റംസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും കമ്പയർ ടു മെറ്റാലിക് ബോണ്ടിങ്. കോവാലൻ ബോണ്ടിങ്ങിൽ അയോണിക് ബോണ്ടിങ്ങിലേക്കാൾ കൂടുതലായിരിക്കും. വാണ്ടർവാൾ ബോണ്ടിങ്ങിനും ഏറ്റവും കൂടുതലായിരിക്കും. ഓക്കെ, ഇതൊന്ന് മനസ്സിൽ വെച്ചോണേ. ഇനി നമുക്ക് ക്ലാസിഫിക്കേഷന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒന്നാമത്തത് മെറ്റൽസ്. നോക്കിയടെ ഫീച്ചേഴ്സ് ഓഫ് മെറ്റൽസ് എന്തൊക്കെയാണ്? മെറ്റൽസ് എന്ന് പേര് കേൾക്കുമ്പോഴേ അറിയാം എന്ത് ബോണ്ടിങ് ആയിരിക്കും? മെറ്റാലിക് ബോണ്ടിങ് ആണ്. എന്തായിരിക്കും? മെറ്റാലിക് ബോണ്ടിങ് ആണ്. അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ PSC ആ ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല മെറ്റൽസിനകത്ത് ഏത് ബോണ്ടിങ് ആണെന്ന്. ഓക്കെ, മെറ്റാലിക് ബോണ്ടിങ് ആണ്. അതുകൊണ്ട് എന്താണ്? ഡി സ്മോൾ ആണ്. ആ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആറ്റംസ് സ്മോൾ ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആറ്റംസ് സ്മോൾ ആകുമ്പോൾ എന്തുകൊണ്ട് ഗുണം? സ്ട്രെങ്ത് കൂടുതലായിരിക്കും അല്ലേ? ആറ്റംസ് അടുത്തടുത്തിരിക്കും. അന്നേരം നമുക്ക് അതിനെ വേർപെടുത്താൻ വലിയ പാടായിരിക്കും. അപ്പൊ എന്തായിരിക്കും? വളരെ സ്ട്രോങ് ആയിരിക്കും. മെറ്റൽ ഇത്ര സ്ട്രോങ് ആവാൻ കാര്യം എന്താണ്? അപ്പം മെറ്റാലിക് ബോണ്ടിങ് ആണ്. മെറ്റൽ ഇത്ര സ്ട്രോങ് ആവാൻ കാര്യം മെറ്റാലിക് ബോണ്ടിങ് ആണ്. ഓക്കെ, സോ ഹൈ സ്ട്രെങ്ത് ആണ് മെറ്റൽസിനുള്ളത്. ഗുഡ് ഡക്റ്റിലിറ്റി. ഓക്കെ, ഗുഡ് ഡക്റ്റിലിറ്റി. ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് വലിച്ചു നീട്ടാനൊക്കെ പറ്റും. ഓക്കെ, ഒരു റോഡായിട്ടൊക്കെ മാറ്റാൻ പറ്റും. അത് ഞാൻ എന്താ പറയുന്നത്? ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. സോ മെറ്റൽസിന് നല്ല ഡക്റ്റിലിറ്റി ഉണ്ട്. ഡക്റ്റിലിറ്റിയെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും കേട്ടോ. വേറെ സ്ട്രെയിൻ കർവ് വെച്ചൊക്കെ പറയാം. ഡക്റ്റിലിറ്റി നല്ലതോടെ ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഒരുപാട് എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഈ മെറ്റൽസ്. ഓക്കെ, ഡക്റ്റിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ, വലിച്ചു നീട്ടി വയർ പോലെ ആക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ. ദെൻ ഗുഡ് തെർമൽ കണ്ടക്ടേഴ്സ്. തെർമൽ കണ്ടക്ടിവിറ്റി കൂടുതലാണ് എന്തിന്? മെറ്റൽസിന്. ഓക്കെ, തെർമൽ കണ്ടക്ടിവിറ്റി കൂടുതലാണ്. പിന്നെ ഗുഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും കൂടുതലാണ്. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂടാൻ കാരണം എന്താണെന്നറിയോ? ഇതിനകത്ത് മെറ്റൽസിനകത്ത് ആറ്റംസിൽ ഫ്രീ അയോൺസ് ഉണ്ട്. എന്തുണ്ട്? ഫ്രീ അയോൺസ്. ഫ്രീ ആയിട്ട് നിൽക്കുന്ന അയോൺ, ബോണ്ടിങ്ങിൽ ഏർപ്പെടാതെ ഫ്രീ ആയിട്ട് നിൽക്കുന്ന അയോൺ ഉണ്ട്. ഔട്ടർ ഷെല്ലിൽ വരുന്ന അയോൺസിനാണ് ഫ്രീ അയോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഫ്രീ അയോൺസ് ഉണ്ടെങ്കിലാണ് എന്താണ്? ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി വരുത്തുള്ളൂ. കാരണം എന്താ? ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് എന്തിന്റെയാണ്? ഇലക്ട്രോൺസിന്റെ പാസേജ് ആണ് അല്ലെ? ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റിനാണ് നമ്മൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടെ? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. അല്ലെങ്കിൽ ഗുഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് എന്ന് പറയാം. ഓക്കെ, സോ ഗുഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് ഡ്യൂ ടു ദ ഫ്രീ ഇലക്ട്രോൺസ് പ്രസന്റ് ഇൻ മെറ്റൽസ്. ഓക്കെ, മെറ്റൽസിൽ കാണുന്ന ഫ്രീ ഇലക്ട്രോൺ ആണ് ഈ മെറ്റൽസിനൊക്കെ ഇത്ര കണ്ടക്ടിവിറ്റി കൊടുത്തത്. എന്ത് കണ്ടക്ടിവിറ്റി? ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൊടുത്തത്. ഇനി എന്താണ്? ഹൈ ഡെൻസിറ്റി ആണ്. കാരണം എന്തായിരിക്കും? ആറ്റംസ് ആർ ക്ലോസ്ലി പാക്ഡ്. നമ്മൾ ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞോളൂ, മെറ്റാലിക് ബോണ്ടിങ് ആണ്. ഡിസ്റ്റൻസ് വളരെ കുറവാണ്. അപ്പൊ അടുത്തടുത്തിരിക്കുവാണ് എല്ലാവരും. അടുത്തടുത്തിരിക്കുമ്പോൾ എന്ത് കൂടുകൂടെ? ഡെൻസിറ്റി കൂടും അല്ലെ? ഡെൻസിറ്റി ക്ലോസ്ലി പാക്ഡ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡെൻസിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ എന്ത് കൂടുതലായിരിക്കും? വെയിറ്റ് കൂടുതലായിരിക്കും. ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു പർട്ടിക്കുലർ സ്പേസിൽ ഒരുപാട് ആറ്റംസ് ഉണ്ട്. ഓക്കെ, ഒരു കുഞ്ഞു സ്പേസ് എടുക്കുമ്പോൾ നമുക്ക് എന്താണ്? ഇത്രയും ചെറിയൊരു ക്യൂബിക്കൽ സ്പേസ് ഞാൻ എടുക്കുക. അതിനകത്ത് നോക്കിയപ്പോൾ ഉണ്ടോ ഒരു 12.5 ലക്ഷം ആറ്റംസ് ഇരിപ്പുണ്ട് അതിനകത്ത്. ഇഷ്ടം പോലെ ആറ്റംസ്. ആറ്റംസ് കൂടുമ്പോഴത്തേക്ക് ആറ്റംസിന്റെ വെയിറ്റ് എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് എന്ത് കൂടും? വെയിറ്റ് കൂടും അല്ലേ? വെയിറ്റ് കൂടും. ആ മെറ്റീരിയലിന്റെ വെയിറ്റ് കൂടും. ഓക്കെ, നമ്മളൊരു ചെറിയ പീസ് മെറ്റലും അത്രയും തന്നെ ഉള്ള ഒരു വുഡ് പീസ് കൊടുക്കുകയാണെങ്കിൽ മെറ്റലിന് വെയിറ്റ് കൂടാൻ കാര്യം എന്താ? ഈ ആറ്റംസ് എല്ലാം കൂടെ ക്ലോസ്ലി പാക്ക് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ അതിന്റെ ഡെൻസിറ്റി കൂടുതലുള്ളതുകൊണ്ടാണ്. ഓക്കെ, സോ അതിനെല്ലാം റീസൺ ആയിട്ട് വരുന്ന നമ്മൾ ആദ്യം പറഞ്ഞ ആളാണ് എന്താ? മെറ്റാലിക് ബോണ്ടിങ്. മെറ്റാലിക് ബോണ്ടിങ് കാരണമാണ് ഈ സംഭവം എല്ലാം സംഭവിക്കുന്നത്. ഓക്കെ, ഇനി കൊറോസീവ് ഇൻ നേച്ചർ. ഓക്കെ, വേണ്ട കിടക്കുന്ന ഒരു ഡിസഡ്വാൻറ്റേജ്. ഇതുവരെ നമ്മൾ നല്ല കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷേ മെറ്റലിന് ഒരു പ്രശ്നമുള്ള എന്താ? കൊറോസീവ് ആണ്. ഓക്കെ, കൊറോസീവ് ആണ്. കാരണം എന്താന്ന് നോക്കി, നമ്മൾ ഇവിടെ ഈ സർഫസ് ഇപ്പൊ ഒരു മെറ്റൽ പീസ് എടുത്തിരിക്കുകയാണ്. ഈ മെറ്റൽ പീസിന്റെ ഔട്ടറിലുള്ള ഏറ്റവും പുറത്ത് കാണുന്ന ഔട്ടർ സർഫസിലുള്ള ആറ്റംസ് ഉണ്ടല്ലോ, ഈ ആറ്റംസ് ഇപ്പൊ നമ്മൾ ഒരു ഇത് അയൺ ആണെന്ന് വെച്ചു. ഓക്കെ, അയണിന്റെ ഒരു പീസാണ്. ഓക്കെ, ഈ അയൺ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനുമായിട്ട് അങ്ങ് റിയാക്ട് ചെയ്യും. കാരണം ഈ മെറ്റൽസ് എന്ന് പറയുന്നത് എലമെന്റ്സ്. ഓക്കെ, അത് അയൺ ആകാം, വേറെ എന്തെങ്കിലും ആകാം, വേറെ ഏതെങ്കിലും കോപ്പറോ എന്തെങ്കിലും ആയിക്കോട്ടെ. സോ ആ ആറ്റംസ് എന്ന് പറയുന്നത് ഹൈലി റിയാക്റ്റീവ് ടു ഓക്സിജൻ ആണ്. ഓക്സിജനെ കണ്ട അപ്പ കെട്ടിപ്പിടിക്കും. ഓക്കെ, സോ അയൺ ആണെങ്കിലും വേറെ ഏത് മെറ്റൽസ് ആണെങ്കിലും ഓക്കെ, മോസ്റ്റ്ലി ഉള്ള എല്ലാ മെറ്റൽസും എന്തായിരിക്കും? ഹൈലി റിയാക്റ്റീവ് ടു ഓക്സിജൻ ആണ്. അപ്പൊ അറ്റ്മോസ്ഫിയറിൽ തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം O2 ആയിട്ട്
ബന്ധം സ്ഥാപിക്കും. ബന്ധം സ്ഥാപിച്ചിട്ട് എന്ത് പറ്റും? അന്നേരം ഓക്സിജൻ മെറ്റൽ ഓക്സൈഡ്സ് ഉണ്ടാകും. Fe2O3യും FeO2 ഒക്കെ ഉണ്ടാവും. മെറ്റൽ ഓക്സൈഡ്സ് ഉണ്ടാവും. ഈ മെറ്റൽ ഓക്സൈഡ് ആണ് എന്തായിട്ട് മാറുന്നത്? കൊറോസീവ് ആയിട്ട് അല്ലെങ്കിൽ റസ്റ്റ് ആയിട്ട് മാറുന്നത്, തുരുമ്പായിട്ടൊക്കെ മാറുന്നത്. സോ കൊറോസീവ് ഇൻ നേച്ചർ. മെറ്റൽസ് എന്താണ്? കൊറോസീവ് ഇൻ നേച്ചർ ഡ്യൂ ടു ദ ഹൈ റിയാക്ടിവിറ്റി വിത്ത് ഓക്സിജൻ. ഓക്സിജനുമായിട്ടുള്ള ഹൈ റിയാക്ടിവിറ്റി കാരണമാണ് എന്ത്? കൊറോസീവ് ആകുന്നത്. പിന്നെ നോക്കിയുടെ ഇതിന്റെ സർവീസിങ് ടെമ്പറേച്ചർ. നമ്മൾ നോർമലി വർക്കിംഗ് ടെമ്പറേച്ചർ എത്രയാണെന്ന് ഈ എഞ്ചിൻ മെറ്റൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് വർക്കിംഗ് ചെയ്യാൻ പറ്റുന്ന ടെമ്പറേച്ചറിന്റെ ഒരു റേഞ്ച് ആണ് ഈ സർവീസിങ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. 800 to 1000 ഡിഗ്രി സെൽഷ്യസ് ആണ് നോർമലി ഉള്ള ഒരു മെറ്റലിന്റെ സർവീസ് റേഞ്ച്. ഇതിൽ കൂടുതലുള്ള മെറ്റൽസ് ഉണ്ട്, ഇതിൽ കുറവുള്ള മെറ്റൽസും ഉണ്ട്. സോ ഇതിൽ താഴെയുള്ള മെറ്റൽസ് ലെഡ് പോലുള്ളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് താഴെ വരും. പക്ഷെ നോർമലി ഉള്ള ഒരു റേഞ്ച് ആണ് 800 to 1000. ഈ സർവീസിംഗ് ടെമ്പറേച്ചർ നമ്മൾ മെൻഷൻ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസിംഗ് ടെമ്പറേച്ചറിന്റെ മുകളിലും മെറ്റൽ തന്നെ ആയിരിക്കും, പക്ഷേ ചില പ്രോപ്പർട്ടീസിന് ചേഞ്ചസ് ഉണ്ടാവും. ഈ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിന് നല്ല ഡീവിയേഷൻ ഉണ്ടാവും. നമ്മൾ ഇതെന്തിനാ ഈ മെറ്റൽ യൂസ് ചെയ്യുന്നത്? നല്ല സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഹാർഡ് ആയിട്ടുള്ള നമുക്ക് ആവശ്യമുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ള ഒരു മെറ്റൽ നോക്കി എടുത്തു വെച്ചേക്കുക. ടെമ്പറേച്ചർ കൂടിയുമ്പോഴത്തേക്ക് ആ പ്രോപ്പർട്ടീസ് ഒക്കെ അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതുകൊണ്ട് ഗുണമില്ല, അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ ഈ സർവീസിംഗ് ടെമ്പറേച്ചർ സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. സോ സർവീസിംഗ് ടെമ്പറേച്ചറിന്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ മെറ്റൽസിന്റെ പ്രോപ്പർട്ടീസിന് ഡീവിയേഷൻ ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ സർവീസിംഗ് ടെമ്പറേച്ചർ പറയുന്നത്. ഇനി പാർഷ്യലി റീസൈക്ലബിൾ ആണ്. പാർഷ്യലി റീസൈക്ലബിൾ ആണ്. ദെൻ എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആണ്. പാർഷ്യലി റീസൈക്ലബിളും പാർഷ്യലി റീസൈക്ലബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കാസ്റ്റിംഗ് പോലുള്ള പ്രോസസ് ഇല്ലേ, നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള സാധനം കൊണ്ടുപോയിട്ട് വീണ്ടും മെൽറ്റ് ചെയ്ത് അടുത്ത സാധനമായിട്ട് തിരിച്ചു വരും. സോ പാർഷ്യലി റീസൈക്കിൾ ആണ്. റീസൈക്കിളബിൾ ആയതുകൊണ്ട് തന്നെ എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെറ്റൽസിനെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി അടുത്തത് നോക്കിയുടെ അടുത്ത ആരാ? ഇതുണ്ടായിരുന്നേ, മറന്നുപോയത്. മെറ്റൽസിനെ പറ്റിയിട്ട് വേറൊരു കാര്യം പറയാനുണ്ടായിരുന്നത്. മെറ്റൽസിനെ നമുക്ക് രണ്ടായിട്ട് മെയിൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. ഒന്ന് ഫെറസ് മെറ്റൽസ് എന്നും നോൺ ഫെറസ് മെറ്റൽസ് എന്നും. സോ മെറ്റൽസ് ആൻഡ് അലോയ്സ് നമുക്ക് സിലബസിൽ ഇല്ലാന്ന് തോന്നുന്നു. മെറ്റൽസ് ആൻഡ് അലോയ്സ് ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഫെറസ് മെറ്റൽസിനെ പറ്റിയിട്ടും നോൺ ഫെറസ് മെറ്റൽസിനെ പറ്റിയിട്ട് നോക്കണം. നമുക്ക് അഡീഷണൽ ക്ലാസ് ഒക്കെ വരുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ കാസ്റ്റ് അയൺ, റോട്ട് അയൺ, അതിന്റെ മെറ്റൽസ് അലോയ്സിന്റെ കാര്യമൊക്കെ പറയാം. എനിവേ ഇപ്പൊ നമ്മൾ ഇത്രയും അറിഞ്ഞിരിക്കുക. മെറ്റൽസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും, ഫെറസ് മെറ്റൽസ് എന്നും നോൺ ഫെറസ് മെറ്റൽസ് എന്നും. നിങ്ങൾക്ക് അറിയാവുന്ന സംഭവമാണ്. എന്താണ് ഫെറസ് മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൺ മെയിൻ കമ്പോണന്റ് ആയിട്ട് വരുന്ന സാധനത്തിനെയാണെന്ന് പറയുന്നത് ഫെറസ് മെറ്റൽ. Fe ഇതാണ്ട് Fe അതിനകത്ത് എളുപ്പമുണ്ട്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്, എല്ലാവർക്കും അറിയായിരിക്കുന്നു വിചാരിക്കുന്നു. അയൺ എന്ന് പറയുന്ന കമ്പോണന്റ് മെയിൻ കമ്പോണന്റ് ആയിട്ട് വരുന്ന മെറ്റൽസിന് പറയുന്ന പേരാണ് എന്ത്? ഫെറസ് മെറ്റൽസ്. അല്ലാത്തതിന് എന്ത് പറയും? നോൺ ഫെറസ് മെറ്റൽസ് എന്ന് പറയും. 2017 ഏതോ ഒരു എക്സാമിന് ഇത് ചോദിച്ചിട്ടുണ്ട്. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഫെറസ് മെറ്റൽസ് എന്നോ അല്ലെങ്കിൽ ഏതാണ് നോൺ ഫെറസ് എന്നോ അങ്ങനെ ഏതോ ഒരു ക്വസ്റ്റ്യൻ 2017 ഒരു എക്സാമിന് ഉണ്ടായി. ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ ഈ അടുത്ത് കണ്ടതായിരുന്നേ, അതുകൊണ്ട് പറഞ്ഞതാ. അതുകൊണ്ട് സിമ്പിൾ ആയതുകൊണ്ട് ചോദിക്കത്തില്ല എന്ന് വിചാരിക്കേണ്ട. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസും വേണമെങ്കിൽ ചോദിക്കാം.